12-ാം തീയതി ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്ത മെത്രാന്മാർക്ക് അറിയുമോ ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ് എന്നുള്ളത്? ഒരുമയോടെ, സ്നേഹത്തോടെ, ഹൃദയ ഐക്യത്തോടെ അർപ്പിക്കേണ്ടതായ ദിവ്യബലിയെ അവഹേളിക്കാൻ, അപമാനിക്കാൻ കൂട്ടുനിന്ന് അതിന് പ്രോത്സാഹനം നൽകിയ മെത്രാന്മാർക്ക് ഇപ്രകാരം ഒരു ആഹ്വാനം നൽകാനുള്ള ധാർമ്മിക ഭദ്രതയുണ്ടോ? ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ സിനഡ് പിതാക്കന്മാർ സീറോ മലബാർ സഭയുടെ ദിവ്യ വിരുന്നൊരുക്കി വിശ്വാസികൾക്ക് പങ്കുവെക്കണം. അന്നേരം എല്ലാ വിശ്വാസ പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ബലി കർത്താവ് കൈക്കൊള്ളുമോ എന്ന് അറിയുകയും ചെയ്യാം. വളരെ സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ നിങ്ങളോടൊപ്പം നിന്ന വിശ്വാസികളെ പേടിപ്പിക്കാൻ പോലീസിനെ വിളിച്ച നിങ്ങൾക്ക് എന്ത് ദൈവവിശ്വാസമാണ് ഉള്ളത്? കഴിഞ്ഞ കാലങ്ങളിൽ എറണാകുളം അതിരൂപതയിൽ നടന്ന എല്ലാവിധ തിന്മകൾക്കും കലാപങ്ങൾക്കും കാരണക്കാരായ വൈദികരെയും മെത്രാന്മാരെയും സഭാ നിയമം അനുസരിച്ചുള്ള തിരുത്തൽ നടപടി എടുക്കണം. ഇനി മേലാൽ ഇത്തരം കലഹങ്ങൾ, വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം ഉൾപ്പെടെ നടത്തിയ പുരോഹിതരെ ഇനിയും വിശ്വാസ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള നീക്കത്തിൽ നിന്ന് തടയുകയും ഉടൻ തന്നെ സമ്പൂർണ്ണ ഏകീകൃത ബലി അർപ്പണം തുടരാൻ വേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് സിനഡ് മൂലക്കാട്ട് പിതാവും യുദ്ധകാല അടിസ്ഥാനത്തിൽ കർമ്മനിരതരാകണം. വിശുദ്ധ ബലിയുടെ പാവനത നശിപ്പിച്ചിട്ടല്ല വൈദികർ തങ്ങളുടെ പൗരോഹിത്യ ധർമ്മം നിർവഹിക്കേണ്ടത്. വിശുദ്ധ കുർബാനയുടെ ശക്തി അറിയില്ലാത്ത വൈദികർ എങ്ങനെ ആത്മീയ നേതൃത്വം നൽകി വിശ്വാസികളെ വിശുദ്ധരാക്കും? ഇതെല്ലാം തട്ടിപ്പാണ്. തൊപ്പിയിട്ടവൻ രക്ഷപ്പെടും. അവരാണ് നീതി നടപ്പാക്കുന്നതും വിശ്വാസികളെ പൊട്ടന്മാരാക്കുന്നതും. ഇതെല്ലാം പാവം സഭാവിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ പരിപാടികൾ മാത്രമാണ്. വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ തിരുശരീരം സ്വീകരിക്കാൻ വരുന്ന വിശ്വാസികൾ കുംഭസാരത്തിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കാതെ വന്നാലും പുരോഹിതൻ അവർക്ക് വേണ്ടി കൃപാവരം യാചിക്കണം. പുരോഹിതന്റെ വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമുള്ള പ്രാർത്ഥന വഴി അവർ നീതീകരിക്കപ്പെടുന്നു. അയോഗ്യതയോടെ ഈ അപ്പം സ്വീകരിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. കുർബാന തക്സിയിൽ പറഞ്ഞു മാതിരി പ്രാർത്ഥിക്കണം. തോന്നിവാസം പാടില്ല. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ അശ്രദ്ധയോടെ പല വിചാരത്തിലായിരിക്കുന്നത് പോലും ദൈവകോപത്തിന് കാരണമാകും. അങ്ങനെയെങ്കിൽ ഈ 12-ാം തീയതി ആഹ്വാനം ചെയ്ത വിശുദ്ധ കുർബാനയെ പരസ്യമായി വിശ്വാസികളുടെ മുമ്പിൽ ഒരു കൂസലുമില്ലാതെ അവഹേളിക്കുന്ന പുരോഹിതർക്കുള്ള ശിക്ഷ എത്ര കഠിനമായിരിക്കും?